ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദിനംതോറും ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ഇന്നിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദിനംതോറുമുള്ള ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നോമ്പ് സമഗ്രമായ ജീവിത രൂപാന്തരത്തിനും സൗഖ്യത്തിനും നിരപ്പിനും വേണ്ടിയുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അല്പസമയം പ്രാർത്ഥിക്കാം. ദൈവമേ, നോമ്പിൻ്റെ കാലങ്ങളിൽ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സമൂഹത്തിൽ പൈശാചിക തന്ത്രങ്ങൾ കുടുങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കല്ലേ. ദൈവകരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും വഹിച്ചുകൊള്ളണമേ. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി ജീവിപ്പാൻ ഓരോ ദിവസവും ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായം പഠിക്കുമ്പോൾ യേശു പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു പിന്നെയും ഒരു ദിവസമല്ല പല സമയങ്ങളിൽ ജനങ്ങളോട് ദൈവവചനം ഉപദേശിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് വലിയ പുരുഷാരം, വലിയ ജനാവലി യേശുവിന്റെ അടുക്കൽ വന്നത്. ഇന്ന് വലിയ സമ്മേളനങ്ങൾ നടത്തുകയാണെങ്കിൽ മുഖ്യ അതിഥികളെ സ്റ്റേജ് കെട്ടി ആൾക്കാരുടെ തിക്കും തിരക്കും കുറയുന്നതിനായി ക്രമീകരിക്കും. അന്ന് യേശുവിന്റെ പ്രസംഗം സ്റ്റേജ് കടലിൽ പടകിലായിരുന്നു. അതിന്റെ തിരക്ക് അനുസരിച്ച് സൗകര്യം പോലെ സ്റ്റേജ് അല്ലെങ്കിൽ പടക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കാം എന്ന രീതിയിൽ യേശു ദൈവവചനം ജനങ്ങളുടെ ഉപമകളിൽ കൂടെ അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശുശ്രൂഷ നടത്തി. ഈ വേദഭാഗം പഠിക്കുമ്പോൾ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ട മനുഷ്യന്റെ ഭൂമിയിൽ കൂടെയുള്ള പഠനം ആയിരുന്നു. ദൈവവചനമാകുന്ന വിത്താണ് വിതയ്ക്കുന്നവന് വിതച്ചത്. ദൈവവചനമാകുന്ന വിത്ത് നമ്മളിൽ ക്രിയ ചെയ്ത് വളർന്ന് പന്തലിച്ച് അതിന്റെ വേരുകൾ നമ്മുടെ ഉള്ളിൽ ബലം പ്രാപിക്കണം. ഇവിടെ 4 തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1, വിത്ത് വഴിയേറിയ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. 2, ചിലത് പാറസ്ഥലത്ത് വീണു, മണ്ണില്ലാത്തതുകൊണ്ട് സൂര്യന്റെ ചൂടിനാൽ ഉണങ്ങിപ്പോയി. 3, ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് വളർന്നു അതിനെ ഞെരുക്കി കളഞ്ഞു. 4, ചിലത് നല്ല നിലത്ത് അല്ലെങ്കിൽ നല്ല മണ്ണിൽ വീണു, അത് വളർന്നു 30, 60, 100 മേനി വിളഞ്ഞു. ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത് വചനം ഒന്നാണ്. എല്ലായിടത്തും ഒരേ വചനം വിളമ്പി. എന്നാൽ ഓരോ മനുഷ്യനും പല മനസ്സിന്റെ ഉടമകളാണ്. ചിലർ വഴിയരികെ വീണ വിത്ത് പോലെയാണ്. അവരുടെ ഉള്ളിൽ ലോകത്തിന്റെ പാവങ്ങൾക്ക് അടിമപ്പെട്ടു പോയി. ദൈവവചനത്തിന് വഴിയുടെ അരികെ ഉള്ള സ്ഥാനമേ ഉള്ളൂ. ലോകപാവത്താൽ ദൈവവചനം അവരിൽ നിന്ന് അകന്നുപോയി. 2, ദൈവവചനം പാറസ്ഥലത്ത് വീണ വിത്തിനോട് ഉപമിച്ചിരിക്കുന്നു. ചില ഹൃദയങ്ങൾ പാറ പോലെ ഉറച്ച ഹൃദയമുള്ളവർ. മനസ്സലിവില്ല, ആരോടും ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ദൈവവചനത്തിന്റെ വേരുകൾ വളരുവാനുള്ള ഇടമില്ല. ദൈവവചനത്തിന് വളരുവാൻ പറ്റിയില്ല. ചിലത് മുള്ളിനിടയിൽ വീണു. ചില ഹൃദയങ്ങൾ എല്ലാത്തിനും ഒരുപോലെ സ്ഥാനം കൊടുക്കും. ദൈവവചനം വളരുമ്പോൾ മറ്റ് ലോകപരമായ പൈശാചിക ചിന്തകൾ ദൈവവചനം വളരുവാൻ സമ്മതിക്കാതെ ദൈവവചനത്തെ ഞെരുക്കിക്കളയും. ഒരു ദൈവവേദലായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവവചനം നല്ലതുപോലെ വേരൂന്നി പച്ചപിടിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പൈശാചികൻ പല വേഷത്തിലും രൂപത്തിലും നമ്മെ നശിപ്പിക്കുവാൻ അടുത്തുകൂടും. നാം ദൈവികമായി അത് മനസ്സിലാക്കണം. ഈ വേദഭാഗത്ത് പറവകളായും സൂര്യന്റെ ചൂടിനാലും മുള്ളുകളായും ദൈവവചനമാകുന്ന വിത്തുകൾ നശിപ്പിച്ചെങ്കിൽ നമ്മെ ഈ ലോകപരമായ എന്തെല്ലാം പ്രലോഭനങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, സ്നേഹമില്ലായ്മ, പക, അസൂയ തുടങ്ങിയ തെറ്റായ പ്രവണതകളിലൂടെ ദൈവഭാഗത്തുനിന്ന് അകറ്റുവാൻ ഇടയാകും. മനുഷ്യന്റെ ഓരോ അവസ്ഥയും അറിയാവുന്ന യേശു മനുഷ്യൻ എപ്രകാരമായിരിക്കണം എന്ന് ഇവിടെ വിത്ത് വിതയ്ക്കുന്ന ഭൂമിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനം വളരുവാൻ പാകമാകുന്ന നിലം പോലെ നാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം. അവിടെയാണ് ദൈവസ്നേഹം 30, 60, 100 മേനിയായി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. നാം മറ്റുള്ളവരോട് ഒരു തുറന്ന പുസ്തകം ആയിരിക്കണം. വെളിച്ചം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. നാം എന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെ തിരിച്ചു കിട്ടും. നാം സമൂഹത്തിലായിരിക്കുമ്പോൾ നന്മ വിതറുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പുകാലം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും മാതൃകയുള്ള ജീവൻ നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.